ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്തം ദേവസ്വം ബോർഡിനും ഉദ്യോഗസ്ഥർക്കുമെന്ന് മൊഴി നൽകി തന്ത്രിമാരായ കണ്ഠരര് രാജീവരും കണ്ഠരര് മോഹനരും ആചാരപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്തതെന്നും തന്ത്രിമാർ അന്വേഷണ സംഘത്തോട് പറഞ്ഞു. എൻ വാസു ഉൾപ്പെടെയുള്ളവരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയായിരുന്നുവെന്ന് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ എസ് ശ്രീകുമാർ മൊഴി നൽകി. എ പത്മകുമാറിനെ നാളെ വൈകിട്ട് 5 മണിവരെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടതിൽ തങ്ങൾക്ക് പങ്കില്ലെന്നാണ് കണ്ഠരര് രാജീവരുടെയും കണ്ഠരര് മോഹനരുടെയും നിലപാട്. ഇക്കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുത്തത് ദേവസ്വം ബോർഡും ഉദ്യോഗസ്ഥരും ചേർന്നാണ്. ദൈവഹിതം നോക്കി അനുമതി നൽകുക മാത്രമായിരുന്നു ചെയ്തതെന്നും ഇരുവരും മൊഴി നൽകി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം, അദ്ദേഹവുമായി അടുത്ത സൗഹൃദമുണ്ട്. പക്ഷേ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുന്നതിൽ യാതൊരു ഇടപെടൽ നടത്തിയിട്ടില്ല. ദൈവതുല്യർ ആരാണെന്നറിയില്ലെന്നായിരുന്നു പത്മകുമാറിന്റെ പ്രസ്താവന മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ കണ്ഠരര് രാജീവരുടെ മറുപടി. ഉണ്ണികൃഷ്ണൻ പറ്റി അവിടെ വർക്ക് ചെയ്ത ആളല്ലേ, എനിക്കറിയായിരിക്കുമോ? ഞാനല്ല കൊണ്ടുവന്ന് വേറെ അതൊക്കെ SITയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ ഒക്കത്തില്ല. അത് ഞാനെങ്ങനെ അറിയാനാ? ദൈവതുല്യന എത്രയോ പേരുണ്ട്. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ നടപടികൾ ആരംഭിച്ചത് മുരാരി ബാബുവാണെന്ന് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ എസ് ശ്രീകുമാർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. എൻ വാസുവും KS ബൈജുവും ഇതിനായി നിർദ്ദേശം നൽകിയിരുന്നതായും എസ് ശ്രീകുമാർ പറഞ്ഞു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ BJP പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. എ പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ തട്ടിപ്പിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. മീഡിയ 1 തിരുവനന്തപുരം.